ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിഡിലിന് ഒരു മുട്ട ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി ഒരു കിഡിലിന് ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു വലിയൊരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ പേസ്റ്റാണ്, കെച്ചപ്പല്ല, ടൊമാറ്റോ പേസ്റ്റ്. ഇത് പേസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു തക്കാളി എടുത്തിട്ട് നിങ്ങൾ എത്ര എഗ്ഗാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ ചെറിയൊരു തക്കാളി എടുക്കുക. ഞാൻ 2 എഗ്ഗാണ് ഇപ്പോൾ എടുത്തുണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു തക്കാളി എടുത്തതിന് ശേഷം നല്ല അരച്ച് പേസ്റ്റ് പോലാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നമുക്കത് ഒന്ന് അതിൻ്റെ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ തക്കാളി ഇതേപോലെ അരയ്ക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം വന്ന് മാറിയതിന് ശേഷം ഇതേപോലെ തന്നെ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതുപോലെ 2 എഗ്ഗിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. 2 എഗ്ഗ് ഇതേപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 4 എഗ്ഗൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ 2 തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്താൽ മതി. തക്കാളി ആണെങ്കിൽ അപ്പോൾ ഈ കോഴിമുട്ട ഒന്ന് അപ്പം തന്നെ ചിക്കി കൊടുക്കണം. അപ്പോഴാണ് നമുക്കത് പൊടിയായിട്ട് കിട്ടുള്ളൂ. ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിലിട്ട് ഇതുപോലെ നമുക്ക് എഗ്ഗ് ഒന്ന് ചിക്കി കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ എഗ്ഗ് എടുക്കുന്നതനുസരിച്ചിട്ട് വേണം തക്കാളി എടുക്കാൻ. മുട്ടയുടെ ടേസ്റ്റൊക്കെ മാറുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട. ഈ ഒരു 2 മുട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇനി അതിന് ശേഷം കുറച്ച് പച്ച കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ കറിക്കോ ഉപ്പേരിക്കോ ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും ഈ 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ചോറ് കഴിക്കാനുള്ളതായിട്ടാണ്. ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഗ്ഗ് എടുക്കുക, ടൊമാറ്റോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു തേങ്ങ ചമ്മന്തിയൊക്കെ കഴിച്ച ഫീലാണ് ഈ ഒരു മുട്ട ചമ്മന്തിക്ക് ഉണ്ടാവുക കേട്ടോ. തക്കാളിയുടെ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചോറിൻ്റെ കൂടെ ഞാൻ ഈ ചോറിൻ്റെ കൂടെ ഇത് മാത്രമാണ് എടുത്തിട്ട് കഴിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി നിങ്ങളിത് മാത്രമേ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കുള്ളൂ. വെറുതെ ഈ കറികളൊന്നും ഉണ്ടാക്കി സമയം കളയാൻ നിൽക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടോ. എൻ്റെ ചെറിയ മോനൊക്കെ ചോറ് കഴിക്കാത്ത ആളാണ്. കുട്ടി കൊടുത്തപ്പോൾ പിന്നെയും ചോറ് ചോദിച്ച് വരികയായിരുന്നു ആൾ. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. വെറുതെ ഈ കറി ഉണ്ടാക്കി സമയം കളയണ്ട. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, സമയം അധികം എടുക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയോടെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.